ജയിലിനുള്ളിൽ ജാസ്മിനും ജിൻഡോയും പൊരിഞ്ഞടി. കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ജയിലിലായിരുന്നു, പുറത്തായിരുന്നു ജിൻഡോ. എന്നിട്ടും ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് ജാസ്മിൻ ജിൻഡോയെ വിളിക്കാത്ത ചീത്ത അതുപോലെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ എന്നിട്ട് വാണിങ്ങും കൊടുത്തതാണ്. ഇത്തവണ രണ്ടുപേരും ഒരുമിച്ചാണ് ജയിലിൽ പോയിരിക്കുന്നത്. ജയിലിൽ കിടന്ന് രണ്ടും കൂടി പൊരിഞ്ഞടിയാണ്. അവിടെ ജാസ്മിൻ ജിൻഡോയെ പിടിച്ച് അടിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് കിടക്കണം. ജാസ്മിന് അവിടെയും ഇവിടെയും കിടക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല എന്നാണ് ജാസ്മിന്റെ പരാതി. AC-യുടെ തണുപ്പ് കിട്ടണമെന്നാണ് രണ്ടുപേർക്കും പറയുന്നത്. എന്തായാലും ഞാൻ ഈ അറ്റത്ത് കിടന്നു, അവൾക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോയി കിടന്നോട്ടെ, എന്റെ ബെഡ് ഇവിടെയാണ് എന്നാണ് ജിൻഡോ പറയുന്നത്. അവിടെ ജാസ്മിൻ പറയുന്നത് എനിക്ക് ഒരിക്കലും കിടക്കാനും ഇരിക്കാനും സമ്മതിക്കുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. എന്നിട്ട് ജിൻഡോയെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടോ അങ്ങോട്ട് കയറി കിടക്കടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ ജയിലിനുള്ളിൽ സംഭവ വികാസങ്ങൾ അതിര് കിടക്കുന്നുണ്ട്. ബിഗ് ബോസ് എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ജാസ്മിൻ പിടിച്ച് ഒരു സ്ട്രോങ് ആയിട്ടൊന്നല്ല, കയ്യുമ്മേൽ അടിച്ചിട്ടാണ് പറയുന്നത് എടോ നീങ്ങി കിടക്കടോ എന്നുള്ളത്. വീട്ടിലെല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തിനാണ് ഇപ്പോൾ അടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സംഭവം വല്ലാതെ വിഷയമായി മാറുന്നുണ്ട്. ബിഗ് ബോസ് ഇതിനെന്ത് റിയാക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ എന്തായിരിക്കും ജാസ്മിന് പനിഷ്മെന്റ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും ഇതൊരു ഫിസിക്കൽ അസോൾട്ട്, ഒരു പക്ഷേ ജിൻഡോയാണ് ജാസ്മിൻ അങ്ങനെ അടിച്ചതെങ്കിൽ ചിലപ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ടായി മാറിയേനെ. എനിക്ക് തോന്നുന്നു ജാസ്മിൻ അങ്ങനെ അടിച്ചത് കൊണ്ട് അതൊരു ഫിസിക്കൽ അസോൾട്ടായി മാറാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ ജാസ്മിന് ഒരു വാർണിംഗ് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്.